Smoking kills. புகைப்பிடிப்பது புற்றுநோயை உண்டாக்கும் மற்றும் உயிரை கொல்லும். Liquor drinking is injurious to health. மது அருந்துதல் உடல்நலத்திற்கு கேடு விளைவிப்பதாகும். ഹലോ മച്ചാമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൂടോടെ ഞാനത് ടേസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് പറയണതാണ്. ഇതെല്ലാം നമ്മുടെ അറിയാല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കോൾഗേറ്റ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ കോൾഗേറ്റ് പേസ്റ്റ്. ഇതില്ലാണ്ട് ഇതുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് 57 രൂപയുടെ കോൾഗേറ്റാണ്. നിങ്ങൾക്ക് ഏത് വേണം ഉപയോഗിക്കാം. കുറച്ചാണ് വേണ്ടതെങ്കിൽ കുറച്ച്. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഗോൾഡ് വിന്നർ അല്ല, ഇത് പാം ഓയിലാണ്. അപ്പോൾ ഇത് പിന്നെ കത്തിക്കാനുള്ള തീപ്പെട്ടി, പിന്നെ ഫ്രൈ ചെയ്യാനുള്ള പാൻ, ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് കത്തിച്ചിട്ട് ഇത് എങ്ങനെയാണ് സെറ്റപ്പ് എന്ന് നമുക്ക് നോക്കാം. ഇതിങ്ങനെ അടിച്ചു കൊടുക്കണം. അതായത് ഇത് മണ്ണെണ്ണ സ്റ്റൗവാണ്. ഒരു ടൈം എടുക്കും. ഇത് മണ്ണെണ്ണ സ്റ്റൗവാണ്. ഇത് കത്തി വന്ന ഉടനെ നമുക്ക് ഈ സംഭവം എടുത്ത് നോക്കാം. പാൻ നമുക്കിതിലേക്ക് ഈ സംഭവം ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ട ഈ സംഭവമാണ്. ചൂടാകണമില്ല, വേസ്റ്റ് ഇടാന്നിട്ട് കുറേ നേരമായിട്ട് ഇരിക്കുകയായിരുന്നു. ഈ എണ്ണ ചൂടാകാനില്ല, എണ്ണ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. നോക്കി ഇപ്പം ചൂടാവും. ഇപ്പോഴാണ് പക്കായതല്ലേ. ഈ സംഭവം ചൂടായി വരുന്നുണ്ട് ഗൈസ്. ചെറുതായിട്ടൊരു ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോൾഗേറ്റ് ഫ്രൈ കഴിക്കാനായിട്ട് ഇവിടെ സദ്യമ്മ വന്നിട്ടുണ്ട്. കാണിച്ചു വിട്. കയറി വരാൻ പറഞ്ഞിട്ട് കേൾക്കാനില്ല, പേടിയായിട്ട് നിൽക്കുക ഇവിടെ. നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നതെന്ന് പറയാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കോൾഗേറ്റ് ആദ്യം ഒരു തുള്ളി ഇട്ട് കൊടുക്കാം. എന്താ സംഭവിക്കണതെന്ന് അറിയണ്ടേ. നീല പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു തുള്ളി എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടാൽ ഫോട്ടോ കിട്ടും. കോൾഗേറ്റ് ഫ്രൈ ആകുന്നുണ്ട്. നമുക്ക് അടുത്ത രീതിയിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് വട്ടത്തിൽ ചൂടായി ചെറുക്കുന്നു. അപ്പോൾ നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയൊന്ന് ഇട്ട് നോക്കാം. എന്നിട്ട് എന്താ ഇതിൻ്റെ അവസ്ഥയെന്ന് നോക്കാം. മൊത്തം കേട്ടോ ഇതിങ്ങനെ പിരിപിരിപിരാന്നായിപ്പോയി. പൊടിഞ്ഞു പോയി. നമുക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കുറച്ച് എണ്ണ വെച്ചില്ല. കുറച്ച് എണ്ണയാണ് കഴിച്ചിട്ട് നല്ല ചൂടടിച്ച് തെറിക്കുന്നുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കാം. നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൾഗേറ്റിൻ്റെ മണമൊക്കെ മാറിയിട്ട് നമ്മുടെ പണ്ടത്തെ പാമ്പ് ഗുളികയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്. ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ.
വാട്ട് ഈസ് പാമ്പ് ഗുളിക? പാമ്പ് ഗുളിക എന്താന്ന്? പാമ്പ് ഗുളികയുടെ സ്മെല്ല്, അതായത് നമ്മൾ വിഷുവിനൊക്കെ വീട്ടിൽ ഇങ്ങനെ കത്തിക്കാൻ നേരത്തൊരു സാധനം ഇങ്ങനെ പൊങ്ങി വരില്ലേ, അതാണ് പാമ്പ് ഗുളിക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്മെല്ല് ഇപ്പോൾ അടിക്കുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് വേണം കാണിക്കാം. ഇത് ഫ്രൈ ആയേക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പരിഗണിച്ച് കാണാൻ. നമ്മൾ ഇതിവിടെ ഒരു സൈഡ് ഇങ്ങനെ കരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കറുത്ത സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വൈറ്റ് പുക വന്നുകൊണ്ടിരിക്കുവാണ്. ഇതെന്താ സംഭവം എന്നറിയില്ല, പൊട്ടിത്തെറിക്കുമോന്നും അറിയില്ല. നമ്മുടെ പാലൊക്കെ പിരിഞ്ഞ പോലെയാണ് ഇത് കിടക്കണത്. ശരിക്കും പറഞ്ഞാൽ എണ്ണയുടെ ആ കളറ് പോയി, വൈറ്റ് കളറ് ആയി എണ്ണയ്ക്ക്. ഇത് നമ്മുടെ പഞ്ചസാരയൊക്കെ ക്യാരമലൈസ് ചെയ്യുമ്പോഴുള്ളൊരു ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട് പഞ്ചസാര ആ ഉരുക്കണ സമയത്ത്. ഇത് സംഭവം ഇനി നമ്മളിതെടുത്ത് ടേസ്റ്റ് ചെയ്യും, നമുക്ക് നോക്കാം. കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കാം. അതാ ആ പുക വന്നെടുത്ത വെള്ള പുക വന്നെടുത്ത് തന്നെ ഇടാം. എന്ത് വേണം? നീ എന്താണ് തേക്ക് സത്യത്തിൽ വേണത്തന്നെ? സത്യം പറ. നീ വേണം തേക്ക് കണ്ട കറക്റ്റ് ആയിട്ട് ഞാൻ വേണത്തേക്ക് എന്ത് വേണം മണത്തിയ വേണത്തേക്ക് അത് പേടി. എന്തിന്റെ സ്മെല്ല? എന്തിന്റെ സ്മെല്ല? ഒരുമാതിരി സ്മെല്ലൊക്കെയാണ് ഈ സാധനത്തിന്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇത് ചൂടോടെ ഞാനത് ടേസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് പറയണതാണ്. ഇതെല്ലാം നമ്മുടെ അറിയാല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നല്ല ചൂടുണ്ട്. എൻ്റെ പൊന്നു കായ്സ് ഒരുമാതിരി മെനക്കെട്ട ടേസ്റ്റാണ് ഇത്. എന്ത് ടേസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലാകണ പോലുമില്ല. അമ്മാതിരി ഒരു കിക്കാണ് തലക്ക് കിട്ടിയത്. എനിക്കിതെങ്ങനെ ഒരു വിശദീകരിച്ച് പറയണമെന്നറിയില്ല, അങ്ങനെ ഒരു ടേസ്റ്റാണ് ഇതിന്. അതൊന്ന് കാണിച്ചു കൊടുത്ത്. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി കയ്പുമല്ല, എന്തോ പോലത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ കയ്പും എന്തൊക്കെയോ കൂടി കരിഞ്ഞിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ കൂടി എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റിയ ഒരു ഇത് കിട്ടുന്നില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാരെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇതെടുത്ത് കഴിച്ചു നോക്കരുത്. എനിക്കോ അബദ്ധം പറ്റി. ഇത് ചെയ്തു നോക്കേണ്ടവർക്ക് ചെയ്തു നോക്കാം. ചെയ്തു നോക്കുമ്പോൾ
താഴ്ത്തുന്നത്